ഹലോ നമസ്കാരം കൂട്ടുകാരെ, ഞാൻ സിയാസ് എല്ലീസ് കൊല്ലത്തു നിന്നാണ്. ഞാൻ ഇന്നലെ ഒരു പ്രസംഗം കേട്ടു മലപ്പുറത്തെക്കുറിച്ച്, ഒരു വിദ്വാൻ്റെ. അപ്പോൾ മുതൽ എനിക്കും ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട് മലപ്പുറത്തുനിന്ന്. അതിനെക്കുറിച്ച് നിങ്ങളോടൊന്ന് ഷെയർ ചെയ്യണമെന്ന് തോന്നി. 2021 ഞാനൊരു ഇവൻ്റിൻ്റെ ഭാഗമായിട്ട് കൊല്ലത്തുനിന്ന് കോഴിക്കോടേക്ക് ഒരു റൈഡ് നടത്തി ഉച്ചയായപ്പോഴത്തേക്ക്, പിറ്റേന്ന് ഉച്ചയായപ്പോൾ ഞാൻ കോഴിക്കോടെത്തി. കോഴിക്കോട് 1 മണിക്കൂർ റെസ്റ്റ് ചെയ്തതിന് ശേഷം ഉറങ്ങിയിട്ടില്ലായിരുന്നു. അതുകൊണ്ട് മൊബൈൽ ചാർജ് ചെയ്യാൻ ഞാൻ മറന്നുപോയി. തിരിച്ചു വരുന്ന വഴിക്ക് വഴി തെറ്റിപ്പോയി. കാരണം മൊബൈൽ ഓഫായിപ്പോയി. GPS വർക്ക് ചെയ്യാതെ കാരണം ലൊക്കേഷൻ മനസ്സിലാക്കാതെ വഴി തെറ്റി ഞാൻ മലപ്പുറത്തിൻ്റെ ചില ഉൾഭാഗത്തേക്ക് കയറിപ്പോയി. അപ്പോൾ ഞാൻ ഒരു വീട്ടിൽ കയറി മൊബൈലൊന്ന് ചാർജ് ചെയ്താലോ എന്ന് പറഞ്ഞ് ചോദിച്ചു. ചാർജ് ചെയ്യാനായിട്ട് ചോദിച്ചപ്പോൾ അവർ അതിനെന്താ കയറിയിരിക്കാൻ പറഞ്ഞു. ഞാൻ ചാർജ് ചെയ്തു. കുറച്ച് കഴിഞ്ഞപ്പോൾ ചായ തന്നു, പലഹാരങ്ങൾ തന്നു. ടേബിൾ മുറയും നിറച്ച് പലഹാരങ്ങളായി. ഞാൻ അതവിടെ ഇരുന്ന്, കാരണം വിശപ്പുണ്ടായിരുന്നു, നല്ല ക്ഷീണമുണ്ടായിരുന്നു. ചായയും കുടിച്ചു, കുറച്ച് വെള്ളവും കുടിച്ചു, കുറച്ച് ഭക്ഷണവും കഴിച്ചു. തിരിച്ചിറങ്ങാൻ നേരത്ത് അവരൊരു പൊതിയിൽ കുറച്ച് പലഹാരം തന്നു. ഇത്രയും ദൂരം പോകണ്ടല്ലേ, പള്ള നിറച്ച് കഴിച്ചോളാൻ പറഞ്ഞു. ഞാൻ തിരിച്ചു വന്നു. അപ്പോൾ അവരെൻ്റെ ജാതി ചോദിച്ചില്ല, പേര് തന്നെ ചോദിച്ചത് അവസാനം ഞാൻ ഇറങ്ങാൻ നേരത്തെ എന്താ പേരെന്ന് ചോദിച്ചത്. ജാതി ചോദിച്ചില്ല, മതം ചോദിച്ചില്ല, എന്ത് ജോലിയെന്ന് ചോദിച്ചില്ല, ഒന്നും ചോദിച്ചില്ല. അവർ തന്നു, കഴിച്ചു, ചാർജ് ചെയ്തു, അവിടെ നിന്നിറങ്ങി. ഈ മലപ്പുറത്തിൻ്റെ ആതിഥ്യ മര്യാദ അത് ഒരു പ്രത്യേകത തന്നെയാണ്. ആര് ചെന്നാലും അവർ പലഹാരം കൊടുത്ത് സ്വീകരിക്കുക. ഭക്ഷണം കഴിച്ചു, മനസ്സ് നിറഞ്ഞു. അന്ന് ആ ഈവൻ്റ് എനിക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ലായിരുന്നു കേട്ടോ. പക്ഷേ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാത്തതിലൊരു സങ്കടം ഇല്ലായിരുന്നു. കാരണം ഇങ്ങനെ പല അനുഭവങ്ങളും ഓരോ യാത്രയിലും എനിക്കുണ്ടാവലുണ്ട്. നന്ദി, നമസ്കാരം.